അക്ബറായ അല്ലാഹുവിൽ തവക്കുൽ ചെയ്ത് ഏകനായ മുസ്ലിമായി ബഹുസ്വര സമൂഹത്തിൽ, ബഹുമത സമൂഹത്തിൽ ജീവിച്ച ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമെ നമ്മളൊന്ന് കാണേണ്ടതുണ്ട്. അദ്ദേഹം മാത്രമേ മുസ്ലിം ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി എല്ലാവരും ശിർക്ക് ചെയ്യുന്നവരായിരുന്നു. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. എന്താ വിളിച്ചു പറഞ്ഞതെന്നല്ലേ? വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ പെട്ടവനല്ല എന്ന് നിങ്ങൾക്കറിയോ? ഒരു കൗങ്ങിൻ തോട്ടത്തിലെ ഏക തെങ്ങായി ഒറ്റ തെങ്ങ് നിൽക്കുന്നത് പോലെ സ്വന്തം നാട്ടിൽ ആദർശം കയ്യിൽ പിടിച്ച് നിലപാടെടുത്ത് ആദർശ പുരുഷനായി ധീരനായി നട്ടൽ ഉയർത്തിപ്പിടിച്ച് താടി നീട്ടി വളർത്തി കാലിന്റെ മുകളിലേക്ക് പാന്റും വസ്ത്രവും കയറ്റി കൊടുത്ത് വർത്തമാനം പറയേണ്ടിടത്ത് വർത്തമാനം പറഞ്ഞ് മൗനം പാലിക്കേണ്ടിടത്ത് മൗനം പാലിച്ച് നിലപാടുകളുടെ രാജകുമാരനായി ജീവിച്ച പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയിൽ നമുക്ക് മാതൃകയുണ്ട്. പ്രിയപ്പെട്ടവരെ, നിരീശ്വര നിർമ്മത ബഹുദൈവത്ത ഇസങ്ങളുടെ ഒരു കാലഘട്ടത്തിൽ നാം ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇബ്രാഹിം നബിയിൽ മോഡേൺ യുഗത്തിലും നമുക്ക് മാതൃകയുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇസങ്ങളോട് ചേർന്ന് നിൽക്കുകയും ബഹുദൈവ വിശ്വാസത്തോട് ചേർന്ന് നിൽക്കുകയും ഇടയ്ക്കൊക്കെ ഒന്ന് നിലവിളക്ക് കൊളുത്തുകയും ചെയ്താലേ ഞാന് മറ്റുള്ളവർക്ക് അംഗീകരിക്കപ്പെടാവുന്ന വ്യക്തിയാവുള്ളൂ എന്നുള്ള തെറ്റുധാരണയെ, ആ മിഥ്യയെ തിരുത്തുന്ന മാതൃകയായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് സമ്മാനിക്കുന്നത്. എതിർപക്ഷ ബഹുമാനമില്ലാതെ എതിർപക്ഷ ആദർശത്തെ ഉന്മൂലനം ചെയ്യണമെന്ന തെറ്റുധാരയെ തിരുത്തിക്കൊണ്ടായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഏകനായ മുസ്ലിമായി ബഹുമത സമൂഹത്തിൽ അദ്ദേഹം ജീവിച്ചത്. അദ്ദേഹം പ്രഖ്യാപിച്ചത് എന്താ അറിയോ? നിങ്ങൾ ചെയ്യുന്ന മതം, നിങ്ങൾ അനുഷ്ഠിക്കുന്ന അനുഷ്ഠാനം, നിങ്ങൾ ആചരിക്കുന്ന ആചാരം, ഇന്നി ബരീഉം മിൻകും, ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലില്ല. നിങ്ങൾ കഴിക്കുന്ന മൗലീദിൽ കൈ പകുതി ഉയർത്താൻ എന്നെ കിട്ടില്ല, ഞാൻ അവിടെ ഉണ്ടാവില്ല. നിങ്ങൾ കഴിക്കുന്ന കുത്തറാത്തീബിൽ ഞാൻ അവിടെ ഉണ്ടാവില്ല. നിങ്ങൾ കാണിക്കുന്ന തോന്നിവാസങ്ങളിൽ ഞാൻ അവിടെ ഉണ്ടാവില്ല. DJ പാർട്ടികളും DJ ഗാനങ്ങളുള്ള തലേ ദിവസത്തെ കല്യാണങ്ങളിൽ ഞാൻ അവിടെ ഉണ്ടാകില്ല. ഇന്നി ബരീഉം മിൻകും, ഞാൻ നിങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു, ആദർശപരമായി ഞാൻ നിൽക്കുന്നു എന്നാണ്. നിലപാടില്ലാത്ത മുസ്ലിം ഗുഡ് മുസ്ലിമായും നിലപാടുള്ള മുസ്ലിം ബാഡ് മുസ്ലിമായും ഒരു പൊതുനിർമ്മിതി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയിൽ ഒറിജിനലായ മുസ്ലിമിനെ നമുക്ക് വായിച്ചെടുക്കാനുണ്ട് എന്ന തിരിച്ചറിവ് നമുക്ക് വേണം.